ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന താളിയുടെ ഇല കേട്ടോ, ചെമ്പരത്തി താളിയുടെ ഇല. എനിക്ക് സാധാ താളിയെക്കാട്ട് സാധാ നമ്മുടെ ചെമ്പരത്തിയുടെ ഇല എനിക്ക് അത്രയും ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ല. ഇതാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത്. അങ്ങനെ പനിക്കൂർക്ക ഇല, തുളസി ഇലയെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഞാൻ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. അതിന് മുമ്പ് നമുക്ക് മുടിയുടെ ജടയെല്ലാം കളയണം. അതിന് നമുക്ക് ചീപ്പോ അല്ലെങ്കിൽ കൈ വെച്ചോ ജടയൊന്ന് കളഞ്ഞ് മാറ്റണം. അങ്ങനെ മുടിയുടെ ജടയെല്ലാം കളഞ്ഞതേ ഇതാണ് എൻ്റെ മുടിയുടെ കോലം. കണ്ടില്ലേ എന്തേരം വ്യത്യാസമാണ്. നമുക്കിനി താളി തേക്കാൻ വേണ്ടി റെഡിയാകാം. ഈ താളി നമുക്കിനി വേണമെങ്കിൽ ഒരു കോട്ടൺ തുണിയൊക്കെ എടുത്തിട്ട് പിഴിഞ്ഞെടുക്കാം കേട്ടോ. എനിക്കതിൻ്റെ ആവശ്യം വരുന്നില്ല. ഞാൻ നേരെ തന്നെ തലയിലോട്ട് തേക്കാൻ വേണ്ടി പോവാണ്. അതിന് മുമ്പ് നമ്മൾ ഏതെണ്ണയാണ് ഉപയോഗിക്കുന്നത് ആ എണ്ണ നല്ല രീതിയിൽ മുടിയിലും മുടിയുടെ അറ്റത്തൊക്കെ ഒന്ന് തേച്ച് വെക്കുക. ഒത്തിരി വാരിക്കോരി എണ്ണ തേക്കാതെ നമുക്ക് ചെറുതായിട്ട് മസാജൊക്കെ ചെയ്ത് തലയോട്ടിയിൽ നല്ല രീതിയിൽ നല്ല രീതിയിൽ താളിയെല്ലാം ഒന്ന് തേച്ചൊന്ന് പിടിപ്പിച്ചേക്കാം. കുറേ പേര് ചോദിച്ചു ഇത് എന്തിനാ മുടിയിൽ താളി തേക്കുന്നതെന്നൊക്കെ ചോദിച്ചു. ഞാനിത് പണ്ട് മുതലേ ഇങ്ങനെ താളി തേക്കുന്നത്. എനിക്ക് താളി തേക്കുമ്പോഴേ എനിക്ക് കൂടുതൽ നല്ല റിസൾട്ട് എനിക്ക് കിട്ടുന്നത് കേട്ടോ. പിന്നെ ഇതെങ്ങനെ കഴുകി കളയണമെന്ന് പറഞ്ഞാൽ നല്ല നോർമൽ വാട്ടറിൽ നല്ല പച്ചവെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കുക. ഒരു 15 മിനിറ്റ് നമുക്ക് മുടി ഇതേപോലെ ബണ്ണ് കെട്ടി സെറ്റാക്കി ഒന്ന് വെച്ച് കഴുകിക്കളഞ്ഞാൽ മതി. പിന്നീട്